ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഓണക്കാല ചിത്രമായ ഹൃദയപൂർവ്വം എന്ന സിനിമയെക്കുറിച്ചുള്ള ഒരു റിവ്യൂ ആണ്. മോഹൻലാൽ എന്ന മഹാനടൻ നായകനായി അഭിനയിച്ച് സത്യൻ അന്തിക്കാട് എന്ന മഹാസംവിധായകൻ്റെ സംവിധാനത്തിൽ വന്നിരിക്കുന്ന ഓണക്കാല ചിത്രമാണ്. സന്ദീപ് ബാലകൃഷ്ണൻ എന്നതാണ് ഈ ചിത്രത്തിൽ മോഹൻലാൽ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിൻ്റെ പേര്. ഇതുവരെ ഒരു ചിത്രത്തിലും കാണാത്ത വേറിട്ടൊരു മുഖമാണ് മോഹൻലാൽ ഈ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത്. ഹൃദയം മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ ചെയ്ത വ്യക്തിയാണ് നായകൻ. ഇതിനെ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളെ നർമ്മത്തിൽ ചാലിച്ച് പറയുന്നതാണ് ചിത്രത്തിൻ്റെ കഥ. സത്യൻ അന്തിക്കാടിൻ്റെ മകൻ അഖിലാണ് ചിത്രത്തിൻ്റെ കഥ, തിരക്കഥ രചിച്ചിരിക്കുന്നത്. വേറിട്ട ചിന്തകളുമായി വേറിട്ടൊരു കഥ സമ്മാനിച്ച അഖിലിനെ നമുക്ക് പ്രശംസിക്കാം. സത്യൻ അന്തിക്കാട് മോഹൻലാൽ കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ മറ്റുള്ള ചിത്രങ്ങളെപ്പോലെ ഈ ചിത്രവും കുടുംബ പശ്ചാത്തലത്തിൽ രചിക്കപ്പെട്ടൊരു കഥയാണ്. മനസ്സിന് സന്തോഷവും ദൃശ്യാനുഭൂതിയും നൽകുന്നു എന്ന് മാത്രമല്ല, തുടക്കം മുതൽ അവസാനം വരെ നർമ്മരസം ചിതറുന്ന ഡയലോഗുകൾ കൊണ്ട് പ്രേക്ഷകരെ ചിരിപ്പിക്കുന്നത് ഈ ചിത്രത്തിൻ്റെ പ്രത്യേകതയാണ്. മോഹൻലാലിനൊപ്പം നടക്കുന്ന നടൻ സംഗീത് പ്രതാപിൻ്റെ ഹാസ്യാഭിനയം ചിത്രത്തിൻ്റെ നർമ്മരസം വർദ്ധിപ്പിക്കുന്നു. നായികയായി വരുന്ന മാളവിക മോഹൻ, ചിന്താവിഷ്ടയായ ശ്യാമള എന്ന സിനിമയിൽ അഭിനയിച്ച പഴയ നടി സംഗീത എന്നിവരുടെ മോഹൻലാലിനോടുള്ള സംഭാഷണങ്ങൾ പ്രേക്ഷകരെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്നു. അനു മൂത്തേടത്തിൻ്റെ ഫോട്ടോഗ്രാഫി മികച്ചതാണ്. ജസ്റ്റിൻ പ്രഭാകരൻ്റെ സംഗീതവും നല്ലതാണ്. തത്സമയ റെക്കോർഡിങ്ങിനെയാണ് സിങ്ക് സൗണ്ട് സിസ്റ്റം എന്ന് പറയുന്നത്. മോഹൻലാലിൻ്റെ ആദ്യ സിങ്ക് സൗണ്ട് ചിത്രമെന്ന പ്രത്യേകതയും ഈ ചിത്രത്തിനുണ്ട്. ആൻ്റണി പെരുമ്പാവൂർ നിർമ്മിച്ച ഈ ചിത്രം നർമ്മത്തിൽ പൊതിഞ്ഞ നല്ലൊരു ഓണക്കാല ചിത്രമെന്ന് പറയാം.